ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കാനും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനും ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം ഇന്ന് 14-ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഇത്രയും ദിവസമായപ്പോൾ, അതായത് കൃത്യം 2 ആഴ്ച പിന്നിടുമ്പോൾ, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു കാര്യം വ്യക്തമാവുകയാണ്. ഇറാനിലെ ഭരണമാറ്റം എന്നത്, അല്ലെങ്കിൽ തങ്ങൾ വിചാരിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിൽ അധികാരത്തിലേറുക എന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതിൻ്റെ വ്യക്തമായ തെളിവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും വാക്കുകളിൽ ഇപ്പോൾ പ്രകടമാണ്. ഇറാനിൽ ഭരണമാറ്റം എന്നൊന്ന് തങ്ങൾ ലക്ഷ്യമിടുന്നില്ല എന്നും ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ കുറയ്ക്കുക മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത് എന്നുമാണ് IDF കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജെറുസലേം പോസ്റ്റ് ഇത് വലിയ വാർത്തയാക്കിയിരുന്നു. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ, ഞങ്ങൾ അധിക നാൾ യുദ്ധം ചെയ്യില്ല, ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ തുടർച്ചയായി പ്രസ്താവനകൾ ഇറക്കുകയാണ്. അതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എത്ര നാൾ യുദ്ധം നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ്. അതായത് കുടുങ്ങി എന്ന അവസ്ഥയിൽ അതിരൂക്ഷമായ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. ഇസ്രായേലിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ 150ഓളം മിസൈലുകൾ അയച്ചുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അവരുടെ 40-ാം ആക്രമണ തരംഗമാണ് അവർ നടത്തിയത് എന്നവർ പറയുന്നു. എന്ന് മാത്രവുമല്ല, രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി തൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണവും പുറത്തിറക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരുമെന്നും മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും അല്ലെങ്കിൽ അവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. നോക്കുക, മുജ്തബ ഖൊമേനി അധികാരത്തിലേറിയ ഉടൻ അദ്ദേഹത്തെ വധിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളിച്ചത്. എന്നാൽ അദ്ദേഹം അധികാരത്തിലേറുകയും അതിനുശേഷം യുദ്ധം അതിശക്തമാക്കുകയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ ഹൈഫയും തലസ്ഥാന നഗരമായ ടെല്ലവീവും ജെറുസലേമും അടക്കമുള്ള നഗരങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയും അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വാർത്തകൾ പരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഇനിയും തീവ്രമായ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് മുജ്തബ ഖൊമേനി വ്യക്തമാക്കുന്നത്. അതായത് ഇറാന്റെ ആത്മവിശ്വാസത്തെ, പോരാട്ട വീര്യത്തെ, ആക്രമണോത്സുകതയെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും 2 ആഴ്ചയായിട്ടും തകർക്കാനോ തളർത്താനോ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെന്ന് മാത്രമല്ല, അത് വർദ്ധിക്കുകയുമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ വിമാനം ഇറാഖിൽ തകർന്നു വീണു എന്നുള്ളതാണ്. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തുടർച്ചയായി യുദ്ധം നടത്തേണ്ടി വരുമ്പോൾ പടുകൂറ്റൻ എണ്ണ വിമാനങ്ങൾ അമേരിക്ക കളത്തിലിറക്കാറുണ്ട്. അതായത് ആകാശത്ത് വെച്ച് തന്നെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ധനം നിറച്ചു കൊടുക്കുന്ന പടുകൂറ്റൻ വിമാനങ്ങളാണിത്. ഈ വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. വാർത്ത നോക്കുക, ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി. US വിമാനവാഹിനി കപ്പലിലെ തീപിടുത്തത്തിന് പിന്നാലെ US വിമാനവും തകർന്നു വീണു. 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ആകാശത്ത് വെച്ച് മറ്റു വിമാനങ്ങളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണ് ഇറാഖിലെ ചില ഭാഗങ്ങളിലേക്ക് തകർന്നു വീണത്. ഇർബിലിലെ US സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി US സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടി എന്നോണം ഇറാനിലെ 6000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. വിമാനം തകർന്നു വീണതിന് പിന്നിൽ ഇറാൻ അല്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നതെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം IRGC ഏറ്റെടുത്തിരിക്കുന്നു. അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുക്കുകയാണെന്നും തങ്ങളുടെ ചെറുത്തുനിൽപ്പ് സംഘത്തിൻ്റെ വ്യോമ പ്രതിരോധം US വിമാനത്തെ തകർക്കുകയായിരുന്നുവെന്നും 6 പേരെ കൊലപ്പെടുത്തിയതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഗലീലിയിൽ 15 പേർക്ക് പരിക്കേൽക്കുകയാണ്. ഇസ്രായേൽ പാരാമെഡിക്കൽ വിഭാഗം ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്ന വിവരവും വരികയാണ്. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് തലങ്ങും വിലങ്ങുമുള്ള അതിശക്തമായ ആക്രമണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്ക ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ തകർത്തു, ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു, ഇറാന്റെ സൈനിക ഉന്നതരെ വധിച്ചു, മുജ്തബ ഖൊമേനിയെ വധിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ അധികകാലം നിലനിൽപ്പില്ല, ഇറാൻ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ പരിപൂർണമായി പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തലങ്ങും വിലങ്ങും
ശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ സമയങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ പലപ്പോഴും പല പ്രിസിഷൻ മിസ്റ്റേക്കുകളും ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ സൈനിക കേന്ദ്രങ്ങളോ കൃത്യമായ തന്ത്രപ്രധാന കേന്ദ്രങ്ങളോ ആയിരുന്നില്ല ഇറാൻ തകർത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിന് വളരെയധികം കൃത്യത വന്നിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന കാര്യം. കൃത്യമായി ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഊർജ്ജ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണശാലകൾ, എണ്ണ ടാങ്കറുകൾ തുടങ്ങിയവയൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക്, കൃത്യമായി വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇറാൻ മാറുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അരാംകോയിലെ ഓയിൽ പ്ലാന്റിലേക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവിടെ താൽക്കാലികമായി പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഊർജ്ജ പ്രതിസന്ധി അതിവേഗം കുതിച്ചുയരുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളൊന്നും നന്നായി അടച്ചുകൊണ്ടിരിക്കുന്നു. പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു. എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് എന്ന ഭീതി വരുന്നു. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി ഓഹരി വിപണി കൂപ്പുകുത്തുന്നതിൻ്റെ ട്രെൻഡുകൾ വരികയാണ്. അധികം വൈകാതെ ഡോളറും കൂപ്പുകുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് പല ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡിൽ ഒരു തീപിടുത്തമുണ്ടായി. അത് ഇറാൻ ആക്രമിച്ചതല്ല എന്നാണ് അമേരിക്ക പറയുന്നത് എങ്കിലും അത് യുദ്ധത്തിൻ്റെ ഭാഗമായിരിക്കാം എന്ന ചർച്ചകൾ നടക്കുകയാണ്. അതായത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക കപ്പൽ നിന്ന് കത്തുന്നു. 14ഓളം എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് കത്തുന്നു. അതുപോലെ അമേരിക്കയുടെ സൈനിക വിമാനം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോടാനുകോടി ഡോളറുകൾ മൂല്യമുള്ള ഏറ്റവും മികച്ച ഇനങ്ങളിൽപ്പെട്ട മറ്റു വിമാനങ്ങളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന പടുകൂറ്റൻ യുദ്ധവിമാനങ്ങൾ അത് തകർക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിലുള്ള സൈനികർ കൊല്ലപ്പെടുന്നു. അതുപോലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുന്നു. അവിടെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുന്നു. ഇസ്രായേലിനുള്ളിലെ നഗരങ്ങളിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, കെട്ടിടങ്ങൾ നിന്ന് കത്തുന്നു, അതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ അതീവ ഗുരുതരമായ മാരകമായ തിരിച്ചടികളാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഉത്തര കൊറിയ ഈ യുദ്ധത്തിൽ ഇറാന് ആണവായുധങ്ങളോ മൂർച്ചയേറിയ മറ്റായുധങ്ങളോ നൽകിയിരിക്കാം എന്ന അഭ്യൂഹം. അതായത് ഇറാന് വേണ്ടി ആണവ മിസൈലുകൾ ഉത്തര കൊറിയ റഷ്യ വഴി കൈമാറിയെന്ന് അമേരിക്കയുടെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും വലിയ തിരിച്ചടിയും ഭീതിയും ഒക്കെ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഈ യുദ്ധം നിർത്തണമെങ്കിൽ ഇനി അമേരിക്ക ഇറാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഇറാൻ നൽകിയിരിക്കുന്ന പുതിയ അന്ത്യശാസനം നോക്കുക. US സൈനിക കേന്ദ്രങ്ങൾ ഉടൻ അടച്ചുപൂട്ടണം. അറബ് രാജ്യങ്ങളിലെ തങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അവരുമായിട്ടുള്ള സൗഹൃദം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഗൾഫ് മേഖലയിലെ ഇറാൻ ഉൾപ്പെടുന്ന സകല രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഇറാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള മുജ്തബ ഖാംനെയി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും അറബ് രാജ്യങ്ങളുമായി ഒരു സംഘർഷത്തിനെ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവിടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് US സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതാണിപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, അല്ലെങ്കിൽ അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ആക്രമണം ഒഴിവാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന US സൈനിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന കടുത്ത സമ്മർദ്ദവും ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾക്ക് യുദ്ധഭീതി ഒഴിവാകണമെങ്കിൽ ഇനി മുന്നിലുള്ള ഒരേയൊരു മാർഗം അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി US സൈനിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നത് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടാകും. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും. എണ്ണ വിൽക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയാതെ വരും. അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അവർ പോകും. അവിടുത്തെ വ്യവസായ മേഖല തകരും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകും. അവരുടെ ഭാവിയും ജീവിതവും അവതാളത്തിലാകും. ഓരോ ദിവസം കഴിയുന്തോറും മേഖലയിലാകെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറബ് രാജ്യങ്ങളെ മാത്രമല്ല കേട്ടോ ബാധിക്കുക. ഇത് ഇനി ബാധിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ്, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെയാണ്, ലോകക്രമത്തെ തന്നെയാണ്. അമേരിക്കയെ പോലും ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അമേരിക്കക്കാരിൽ ഉയരുന്ന ആശങ്ക. അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ തന്നെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ പല വിധത്തിലുള്ള പരിഷ്കാരങ്ങളിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ യുദ്ധം വന്നത്. ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടി നടത്തിയ ഒരു യുദ്ധമാണ് എന്ന് അമേരിക്കക്കാർ പറയുന്ന സാഹചര്യമുണ്ട്. അവിടെ നടന്ന സർവേകളിലൊക്കെ
അവിടുത്തെ ഭരണകൂടത്തിനെതിരെ, ട്രംപ് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇറാൻ അമേരിക്കയ്ക്ക് ഒരു പെട്ടെന്നുള്ളൊരു ശത്രുവായിരുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ എന്നത് ഒരു ഡയറക്റ്റ് ത്രെട്ട് അല്ല അമേരിക്കയ്ക്ക്. എന്നിട്ടും അമേരിക്ക സ്വന്തം രാജ്യത്തിൻ്റെ ആയുധങ്ങൾ കോരിയൊഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് വാരി വിതറിക്കൊണ്ട് ഇസ്രായേലിനെ സഹായിച്ച് ഈ യുദ്ധത്തിലേക്ക് പോയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യവും വളരെ വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയാകെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇറാൻ്റെ വാക്കുകൾക്കും ഇറാൻ്റെ തീരുമാനങ്ങൾക്കുമാണ് ഏറ്റവും അധികം മൂല്യം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലപ്പെട്ട അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ച ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് തുടക്കം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്: ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഇത് മേഖലയാകെ വ്യാപിക്കുന്ന, പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ യുദ്ധമായി മാറും എന്ന് മാത്രമല്ല, യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിലും അതെങ്ങനെ അവസാനിപ്പിക്കണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതിയിരുന്നോളുക, യുദ്ധത്തിന് ഇറങ്ങും മുമ്പ് പലതവണ ആലോചിച്ചു കൊള്ളുക എന്ന് പലതവണ ആയത്തുള്ള അലി ഖാംനെയി മുന്നറിയിപ്പ് നൽകിയതാണ്. അതിന് വില കുറച്ച് കണ്ട് ഇറാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് കരുതി അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇറാനെതിരെ നീങ്ങാം എന്ന് കരുതി ഒക്കെയാണ് ട്രംപ് പൊടുന്നനെ ഈ യുദ്ധത്തിലേക്ക് കടന്നത്. പക്ഷേ ഇപ്പോൾ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ നിന്നു കത്തുന്ന സാഹചര്യം, സൈനികർക്ക് സാരമായി പരിക്കേൽക്കുന്ന, അവർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഒരു ഭീഷണിയും ഇസ്രായേലിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് അതേ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ നിന്നു കത്തുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്കെതിരെ വലിയ സമ്മർദ്ദം ഉയരുന്ന സാഹചര്യം, സാമ്പത്തിക പ്രതിസന്ധിയിലും മാന്ദ്യത്തിലും എണ്ണക്ഷാമത്തിലും പെട്ട് അമേരിക്ക പോലും കുടുങ്ങിപ്പോകാനുള്ള സാഹചര്യം. അങ്ങനെ യുദ്ധം തുടങ്ങിയവർക്ക് സർവ്വ മേഖലയിൽ നിന്നും സകലമാന ഇടങ്ങളിൽ നിന്നും അതിശക്തമായി തിരിച്ചടി കിട്ടുകയാണ്. ഒപ്പം ഇറാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം അത് അംഗീകരിക്കേണ്ടി വന്നാൽ, ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഇറാനെ അംഗീകരിച്ച് പിന്മാറേണ്ടി വന്നാൽ പിന്നെ ട്രംപിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഈ ലോക പോലീസാണെന്ന ഭാവവും ഒന്നും ഒരിക്കലും പിന്നെ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഒരു വലിയ ശാക്തിക ചേരിയായി ഇറാനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ശക്തി കേന്ദ്രം അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരികയും ചെയ്യും. ഈ യുദ്ധം തുടങ്ങിയവർ അവരുടെ വലിയ വിനാശമാണ് വിളിച്ചു വരുത്തുന്നത് എന്നു തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് ലോകത്തിന് മുഴുവൻ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരിച്ചടികളും ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ കാരണക്കാർ അമേരിക്കയും ഇസ്രായേലും അഥവാ ട്രംപും നെതന്യാഹുവുമാണ് എന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്യുകയാണ്.